അവസാനത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. 9ാം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് റിവിഷൻ ക്ലാസ് ആണ്. ഈ റിവിഷൻ ക്ലാസ്സിലെ 3 ചാപ്റ്റേഴ്സ്, അവസാനത്തെ യൂണിറ്റ് നല്ല ശീലങ്ങൾ എന്ന യൂണിറ്റിലെ 3 ചാപ്റ്റേഴ്സും ഒരുമിച്ചാണ് റിവൈസ് ചെയ്യുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ താരതമ്യേന കുറവാണ്, അതുകൊണ്ടാണ് 3 ചാപ്റ്റേഴ്സ് ഒരുമിച്ച് നമ്മൾ എടുക്കുന്നത്. 3 ചാപ്റ്റേഴ്സ്: നാമം, കർഷകർ, മാധ്യമങ്ങളുടെ പക്വമായ ഉപയോഗം, കൗമാരം, ജീവിതത്തിൻ്റെ പൂക്കാലം എന്നിങ്ങനെ 3 ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനാണ് നമ്മളിന്ന് ഒരുമിച്ച് എടുക്കുന്നത്. ഇതിലെ ആദ്യത്തെ ചോദ്യം: ദൈവം ഇസ്രായേലിനെ നയിച്ച വിധത്തെ യെശയ്യാ പ്രവാചകൻ എന്തിനോടാണ് ഉപമിക്കുന്നത്? മുന്തിരിത്തോട്ടത്തിനോടാണ് ഉപമിക്കുന്നത്. ഈ ചോദ്യം തന്നെ വേറൊരു രീതിയിൽ ചോദിക്കാം. ദൈവം ഇസ്രായേലിനെ നയിച്ച വിധത്തെ മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ച പ്രവാചകനാര്? യെശയ്യാ പ്രവാചകനാണ് മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ച പ്രവാചകൻ. ഇനി അടുത്ത ചോദ്യം: നീതിയിൽ വിതപ്പി ദയക്കൊത്തവണ്ണം കൊയ്യുവീൻ. ഇതിൻ്റെ റഫറൻസ് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 10ാം അധ്യായം 12ാം വാക്യമാണ്. നീതിയിൽ വിതപ്പി ദയക്കൊത്തവണ്ണം കൊയ്യുവീൻ എന്നുള്ളത്. അടുത്ത ചോദ്യം: യേശുക്രിസ്തു തൻ്റെ ഉപമകളിലൊക്കെ കാർഷിക ജീവിതത്തിൽ നിന്നും പല പ്രതിരൂപങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ഏതൊക്കെ ഉപമകളാണ് അത്തരത്തിലുള്ളത്? കാർഷിക ജീവിതത്തിൽ നിന്നും എടുത്തുപയോഗിച്ച ഉപമകൾ ഏതൊക്കെ? വിതയ്ക്കുന്നവൻ്റെ ഉപമ, കടുകുമണിയുടെ ഉപമ തുടങ്ങിയവയൊക്കെ കാർഷിക ജീവിതത്തിൽ നിന്നുള്ള ഉപമയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഈ അടുത്ത ചോദ്യം: പിതാവായ ദൈവവും പുത്രനായ യേശുവും യേശുവിൻ്റെ ശിഷ്യഗണവും തമ്മിലുള്ള ബന്ധം വർണ്ണിക്കുന്നതിന് യേശു എന്തിനെയാണ്, ഏത് ചെടിയെയാണ് ഉദാഹരണമായി സ്വീകരിച്ചത്? മുന്തിരി ചെടിയെയാണ് യേശു പിതാവായ ദൈവവും പുത്രനായ യേശുവും തൻ്റെ ശിഷ്യഗണവും തമ്മിലുള്ള ബന്ധത്തെ വിവരിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം: ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ഇതാര് പറഞ്ഞതാണ്? വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകളാണിത്. 1 കൊരിന്ത്യർ 3:6 അതിൻ്റെ റെഫറൻസ്. ഇനി അടുത്ത ചോദ്യം: കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് നിങ്ങളുടെ പുസ്തകത്തിൽ 1, 2, 3 ഒക്കെ വിട്ട് 10 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആ 10 പോയിന്റുകളായിട്ട് ഓർത്തിരിക്കുക. 1, പൂർവികരോടുള്ള ബഹുമാനം, വ്യായാമത്തിനുള്ള ഉപാധി, ശുദ്ധമായ ഭക്ഷണം ലഭ്യമാകും, ദൈവത്തിൻ്റെ സ്നേഹവും സൗന്ദര്യവും ആസ്വദിക്കാം, ഭൂമി തരിച്ചിടുന്നത് പാപമാണ്, കൂട്ടായ്മയുടെ അനുഭവം സംജാതമാകുന്നു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും, ആദ്യ ഫലം കൊടുക്കാം, ശുദ്ധവായു ലഭിക്കുവാൻ വൃക്ഷങ്ങൾ വേണം, നാം മണ്ണിൻ്റെ ഭാഗമാണ്. ഇത്രയും പോയിന്റ്സ് ആണ് അതിൻ്റെ ഉത്തരം. ഇനി കൊയിനോണിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? കൂട്ടായ്മ എന്നതാണ് കൊയിനോണിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ഒരു ശരിയോ തെറ്റോ രീതിയിലുള്ള ഒരു ചോദ്യമാണ്. കാർഷികോൽപ്പന്നങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ ഒരു കൊയിനോണിയ അനുഭവം സംജാതമാകുന്നു. ശരിയാണ് ആ ഉത്തരം. കൂട്ടായ്മയുടെ അനുഭവമാണ് നമ്മൾ കാർഷിക വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 28ാമത്തെ പാഠത്തിലുള്ളത്. ഇനി നമുക്ക് 29ാമത്തെ പാഠത്തിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. 1, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ഇത് പറഞ്ഞതാര്? ഈ മുന്നറിയിപ്പ് നൽകിയതാര്? യേശുക്രിസ്തുവാണ് ഈ മുന്നറിയിപ്പ് നൽകിയത്. ഇനി അടുത്ത ചോദ്യം: നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ, ഞാൻ നിങ്കൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ. ആരുടെ പ്രാർത്ഥനയാണിത്? ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. സങ്കീർത്തനങ്ങൾ 25ാം അധ്യായം 11ാമത്തെ വാക്യമാണിത്. അടുത്ത ചോദ്യം: കുടുംബത്തെ നിലനിർത്തുന്ന 3 അടിസ്ഥാന പ്രമാണങ്ങൾ ഏതൊക്കെ? കുടുംബത്തെ നിലനിർത്തുന്ന 3 അടിസ്ഥാന പ്രമാണങ്ങളാണ്: ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ചിരുന്ന് സംസാരിക്കുക. ഈ 3 കാര്യങ്ങളാണ് കുടുംബത്തെ നിലനിർത്തുന്ന 3 കാര്യങ്ങൾ. ഇനി അടുത്ത ചോദ്യം: വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്, ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. ഇത് ആര് നൽകുന്ന താക്കീതാണ്? ശലോമോൻ രാജാവ് നൽകുന്ന താക്കീതാണ് ഇത്. ഇനി അടുത്ത ചോദ്യം: ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം
വസിക്കുമാറാക്കുന്നത്. ഇത് ആര് പഠിപ്പിക്കുന്ന രക്ഷാമന്ത്രമാണ്? ദാവീദ് പഠിപ്പിക്കുന്ന രക്ഷാമന്ത്രമാണ് ഇത്. അടുത്ത ചോദ്യം, മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെ? നിങ്ങളുടെ പുസ്തകത്തിൽ കുറേ പോയിന്റ്സ് ഉണ്ട്, അത് ഓർത്തിരിക്കുക. ഒന്ന്, കുടുംബാന്തരീക്ഷം അസ്വസ്ഥമാക്കുന്നു, പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുന്നു, വിനോദങ്ങളുടെ പേരിലൊരു നിഷേധാത്മക സംസ്കാരം വളർന്നു വരുന്നു, പരസ്യങ്ങളും ഉപഭോഗ സംസ്കാരങ്ങളും, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. ഇത്രയും പോയിന്റ്സാണ് മാധ്യമങ്ങളുടെ ദോഷഫലങ്ങളായിട്ട് നമുക്ക് പറയുവാനായിട്ട് കഴിയുക. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോവാം. ലാസ്റ്റ് ചാപ്റ്റർ 30, കൗമാരം ജീവിതത്തിൻ്റെ പൂക്കാലം. കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തെയാണ്? 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള പ്രായത്തെയാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള വിവിധ കാലഘട്ടങ്ങൾ ഏതൊക്കെ? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിവയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള വിവിധ തരം ഘട്ടങ്ങൾ. അടുത്ത ചോദ്യം, നിന്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഇതിൻ്റെ റെഫറൻസ് സഭാപ്രസംഗി 12-ാം അധ്യായം 1-ാം വാക്യമാണ് അതിൻ്റെ റെഫറൻസ്. ഇനിയും കൗമാര കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ശാരീരിക വളർച്ച, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ബുദ്ധിപരമായ വളർച്ച, ഇമോഷണൽ ഡെവലപ്മെൻറ്റ് വൈകാരികപരമായ വളർച്ച, സോഷ്യൽ ഡെവലപ്മെൻറ്റ് സാമൂഹിക വളർച്ച, സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ആത്മീയ വളർച്ച, ഇമാജിനേറ്റീവ് ഡെവലപ്മെൻറ്റ് ഭാവനാസമ്പുഷ്ടമായ വളർച്ച തുടങ്ങിയവയൊക്കെയാണ് കൗമാര കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? 30-ാമത്തെ വയസ്സിലാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇനിയും നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കീർത്തനം 1:1 അറിയാം അല്ലേ? അത് ഫില്ല് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. ഡാഷ് ആലോചന പ്രകാരം നടക്കാതെയും ഡാഷ് വഴിയിൽ നിൽക്കാതെയും ഡാഷ് ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ചെയ്യണമെന്ന പ്രബോധനം എഴുതുക. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ചെയ്യുക എന്നുള്ള പ്രബോധനം. അത് ഓർത്തിരിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അടുത്ത ചോദ്യം, തിന്മയുടെ പ്രലോഭനങ്ങളെ എതിർത്ത് നിൽക്കുവാനായിട്ട് ഒരു കുട്ടിക്ക് എന്തൊക്കെയാണ് ഉണ്ടാകേണ്ടത്? അടിയുറച്ച ദൈവാശ്രയ ബോധവും സ്നേഹമുള്ള ഭവനാന്തരീക്ഷവും ചിട്ടയായ ആത്മീയ ജീവിതശൈലിയും നല്ല വായനയും നല്ല കൂട്ടുകെട്ടും ലഭിക്കുകയും സമൂഹത്തിന് പ്രയോജനകരമായ പുണ്യപ്രവർത്തികളിൽ മുഴുകുവാനിടയാവുകയും ചെയ്താൽ തിന്മയുടെ പ്രലോഭനങ്ങളെ ചെറുക്കുവാനായിട്ട് യുവ തലമുറയ്ക്ക് സാധിക്കും എന്നത് ഓർക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തു നിന്നുള്ളത്. നിങ്ങൾ പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുക, നന്നായി പുസ്തകം വായിക്കുക, പാഠഭാഗങ്ങൾ മനസ്സിലാക്കി പരീക്ഷ എഴുതി മികച്ച വിജയം നേടുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.